ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഇന്ന് ലോക്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്രമന്ത്രിയുടെ ബന്ധം അന്വേഷിക്കണം, പരീക്ഷാ സമ്പ്രദായം പരിഷ്കരിക്കണം, വാർഷിക പരീക്ഷ റിക്രൂട്ട്മെന്റ് കാലണ്ടർ നടപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ച്. വൈകുന്നേരം 3 മണിക്ക് മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും മാർച്ച് ആരംഭിക്കും. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേരുന്നു. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ ഇന്ന് കോൺഗ്രസിന്റെ മാർച്ചിനൊപ്പം തന്നെ ഇന്നിപ്പം സഭയിൽ പ്രമേയ അവതരണമൊക്കെ ഉണ്ട്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ വിഷയത്തിൽ കടുത്ത പ്രതിഷേധം ഉയർത്തണമെന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം നിലനിൽക്കുന്ന പശ്ചാത്തലം, അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധം നീറ്റിൽ അറിയിക്കുകയാണ് കേരളം, അല്ലേ? സേതു, ഗുഡ് മോർണിംഗ്. അങ്ങനെ തന്നെയാണ്. ഇന്ന് സഭയിൽ പ്രമേയം വരും. ചട്ടം 118 പ്രകാരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ആയിരിക്കും ഈ പ്രമേയം അവതരിപ്പിക്കുക. പ്രതിപക്ഷത്തിന്റെ പിന്തുണ കൂടി തേടും. സ്വാഭാവികമായും ആ പിന്തുണ ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്രത്തിനെതിരെ CPM അടക്കമുള്ള കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് ഉണ്ട്. നിലവിൽ എന്തായാലും ഇന്ന് വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. KPCC ആണ് ഈ പ്രതിഷേധ പ്രകടനം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വൈകിട്ട് 3 മണിക്കാണ് മ്യൂസിയത്തിൽ നിന്നും ലോക് ഭവനിലേക്ക് ഈ പ്രതിഷേധ പ്രകടനം നടത്തുക. പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം, നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ പങ്ക് ഇക്കാര്യത്തിൽ അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ പരീക്ഷാ സമ്പ്രദായം പരിഷ്കരിക്കണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇന്നിപ്പോൾ നിയമസഭയുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ തലസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് വമ്പിച്ച ഒരു പ്രക്ഷോഭമായി തന്നെ ഉയർത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മന്ത്രിമാരടക്കം ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കും. അതോടൊപ്പം KPCCയുടെയും DCCയുടെയും പ്രധാനപ്പെട്ട ഭാരവാഹികളെല്ലാം ഇതിൽ പങ്കെടുത്ത വലിയ വിജയമാക്കാൻ, അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ KSUവും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസും അടക്കമുള്ള വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ വലിയ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അതിന് തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ വലിയ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. നിലവിൽ എന്തായാലും ദേശീയ തലത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി ധർമ്മേന്ദ്ര പ്രധാനെതിരെ വലിയ സമരവുമായി രംഗത്തുണ്ട്. ഒന്നിലധികം സമരം അവർ ഡൽഹിയിൽ നടത്തിയതാണ്. അതിനെ ചുവട് പിടിച്ച്, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ, പ്രത്യേകിച്ച് ആ സമരത്തിനൊക്കെ വലിയ പിന്തുണയാണ് ലഭിച്ചത്. പ്രത്യേകിച്ച് ഒരു പരീക്ഷ മാറ്റിവെക്കുന്നു, അതോടൊപ്പം തന്നെ അതിൽ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇത് നിസ്സാരമായി കാണാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത്. രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം കൂടിയുണ്ട്. അതിന് അനുസരിച്ചാണ് ഇന്നിപ്പോൾ വലിയ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കോൺഗ്രസ് പറയുന്നത് ഇത് ഒരു സൂചനാ സമരം മാത്രമാണ്. വരും ദിവസങ്ങളിലും വലിയ സമരങ്ങളിലേക്ക് പോകും, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നവർ സമരത്തിലേക്ക് പോകുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്തായാലും വൈകിട്ട് 3 മണിക്കാണ് ഈ വലിയ പ്രതിഷേധ പ്രകടനം ലോക് ഭവനിലേക്ക് ഉണ്ടാവുക. അപ്പോൾ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുകയാണ്, പ്രതിഷേധം അറിയിക്കുകയാണ്.